കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഫേമസ് ആയ ഒരുപാട് ആളുകളുണ്ടെങ്കിലും ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു പെൺകുട്ടിയുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടട വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട യുവ ജനപ്രതിനിധി വൈഷ്ണ സുരേഷ്. ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു. ചടങ്ങിൽ വൈഷ്ണ സുരേഷ് ശ്രദ്ധേയമായ ഒരു നിലപാട് സ്വീകരിച്ചു. ഭൂരിഭാഗം അംഗങ്ങളും ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയിലോ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വൈഷ്ണ ഭരണഘടനയെ മുൻനിർത്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കോൺഗ്രസ് പാർട്ടി യുവത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിർത്തിയ സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു വൈഷ്ണ സുരേഷ്. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് കാണിച്ച് തുടക്കത്തിൽ BJP വൈഷ്ണയെ ഒന്ന് ഒതുക്കാൻ നോക്കിയിരുന്നു. അത് നടന്നില്ല എന്ന് മാത്രമല്ല, വൻ ഭൂരിപക്ഷത്തിൽ വൈഷ്ണ മുട്ടടയിൽ വിജയിക്കുകയും ചെയ്തു. വാർഡിലെ അടിസ്ഥാന സൗകര്യ വികസനം, സ്ത്രീ ശാക്തീകരണം, യുവാക്കളുടെ പ്രശ്നങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടിയാണ് വൈഷ്ണ ജനവിധി തേടിയിരുന്നത്. വീട് വീടാന്തരമുള്ള പ്രചാരണത്തിലൂടെ വോട്ടർമാരുടെ വ്യക്തിപരമായ പിന്തുണ ഉറപ്പാക്കാൻ വൈഷ്ണക്ക് സാധിച്ചു. അങ്ങനെ മുട്ടട വാർഡിലെ വോട്ടർമാർക്കിടയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടായിരുന്നു അവരുടെ പ്രചാരണം എന്ന് തന്നെ പറയാം. അതുപോലെ മുട്ടടയിലെ വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് തന്നെ വലിയ ആത്മവിശ്വാസം നൽകിയ ഒന്നായിരുന്നു. എന്തായാലും ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ എല്ലാവരും തന്നെ ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ചാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്ന ഉറച്ച സന്ദേശമാണ് ഇതിലൂടെ അവർ നൽകിയത്. അതുപോലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈഷ്ണ സുരേഷ് മുട്ടട വാർഡിലെ കൗൺസിലറായി ഔദ്യോഗികമായി ചുമതലയേറ്റു. മുട്ടടയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൗൺസിലിൽ ഉന്നയിക്കാമെന്നും വാർഡിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്നുമാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈഷ്ണ സുരേഷ് പ്രതികരിച്ചത്. എന്തായാലും വൈഷ്ണയുടെ സത്യപ്രതിജ്ഞ ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 28 ചെട്ടിവിളാകം വാർഡ് R. ദിനേശ് കുമാർ.